കോൺഗ്രസ് എം പി ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന് ആകുലപ്പെടുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് ഏവരും ഇത്തരമൊരു ആശങ്കയിലേക്ക് കടന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവും എം പിയുമായ ഒരു വ്യക്തി ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഈ വാർത്ത പുറത്തു വന്നതോടെ ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണെന്ന് ഭൂരിപക്ഷവും കണക്കുകൂട്ടുകയായിരുന്നു. സത്യം പറയാമല്ലോ, ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചു മാത്രമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പോകുന്നത് ശശി തരൂരാണോ അതോ വേറെ ഏതെങ്കിലും നേതാവാണോ എന്നുള്ളതൊന്നും ഇവിടെ ചർച്ചയല്ല. ഉറപ്പിച്ചു കഴിഞ്ഞു അത് ശശി തരൂരാണെന്ന്. ഉറപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പുള്ളിക്കാരൻ കാറിലാണോ അതോ ഏതെങ്കിലും ഇരുചക്ര വാഹനത്തിലാണോ ബി.ജെ.പി ഓഫീസിലേക്ക് പോകുന്നത് എന്നുള്ളത് മാത്രമാണ് ചർച്ച. ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോയാൽ എം പി സ്ഥാനം രാജിവയ്ക്കുമോ? രാജിവച്ചാൽ തുടർന്ന് വീണ്ടും തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം എം പി സ്ഥാനത്തേക്ക് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അങ്ങനെ മത്സരിച്ചാൽ ശശി തരൂർ വിജയിക്കുമോ? അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്യും എന്നിങ്ങനെയുള്ള ഘട്ടം വരെയായി ചർച്ചകൾ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും നേതാവാണോ ബി.ജെ.പിയിലേക്ക് പോകുന്നത് എന്ന് ആരും ചിന്തിക്കുന്നില്ല. കാരണം കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് ശശി തരൂർ ഇന്ന് ബി.ജെ.പിയിലേക്ക് പോകും, നാളെ ബി.ജെ.പിയിലേക്ക് പോകും എന്ന പല്ലവി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നൊരാൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യ പ്രയോറിറ്റി ശശി തരൂരിന് തന്നെയാണ് ഭൂരിപക്ഷവും നൽകുന്നത്. ഇക്കാര്യത്തിൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം പലപ്പോഴും ശശി തരൂർ സ്വീകരിച്ച കുറേ സംഘപരിവാർ അനുകൂല നിലപാടുകളുണ്ട്. ഈ നിലപാടുകൾ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പ്രചരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഗാസ അധിനിവേശത്തിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിൽ ശശി തരൂർ ഹമാസിനെ തീവ്രവാദികളെന്ന് അഭിസംബോധന ചെയ്തത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് അതിനെ സംബന്ധിച്ച് കുറേയേറെ ഖേദപ്രകടനങ്ങളും മറ്റും നടത്തിയെങ്കിലും ഭൂരിപക്ഷം കോൺഗ്രസ് മുസ്ലിം ലീഗ് അനുഭാവികളുടെയും മനസ്സിൽ അതൊരു കറുപ്പായി തന്നെ നിലനിന്നു. മാത്രമല്ല, ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് വരികയും മോദി സർക്കാർ അവർക്ക് വേണ്ടി അഭയം നൽകുകയും ചെയ്തിരുന്നു. ഈ നടപടിയെ ആദ്യം അഭിനന്ദിച്ചു രംഗത്തെത്തിയത് ശശി തരൂരായിരുന്നു. തരൂർ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള UDF അനുഭാവികൾക്ക് അത് ദഹിച്ച മട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിൽ വർഷങ്ങൾക്കു ശേഷം ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കിയതും ശശി തരൂരിൻ്റെ ഇടപെടലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ട്. എന്തായാലും മുതിർന്ന ഒരു കോൺഗ്രസ് എം പി ബി.ജെ.പിയിലേക്ക് പോവുകയാണെന്ന വാർത്ത വന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം ADGP RSS നേതാവുമായി ചർച്ച നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസ് CPM-നെതിരെ വാളോങ്ങി നിൽക്കുന്ന സമയമായിരുന്നു ഇത്. ഒരർത്ഥത്തിൽ CPM പ്രതിസന്ധിയിലായ ഘട്ടം. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് തിരിച്ചടിയായി ആ വാർത്ത എത്തിയത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത സത്യമാണോ കള്ളമാണോ എന്നൊന്നും നോക്കാതെ ഏവരും അതിന് പിന്നാലെ പോയി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവരിൽ ഭൂരിപക്ഷവും കരുതുന്നത് ആ പോകുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണെന്നു തന്നെയാണ്. അങ്ങനെ കരുതുവാൻ കാരണമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശശി തരൂരിൻ്റെ BJP പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അങ്ങനെ കരുതുന്നവർ എന്നുള്ളതും പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ശശി തരൂരാണ് ബി.ജെ.പിയിലേക്ക് പോകുന്നതെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുന്നത്. മറ്റേതെങ്കിലും ചോട്ടാ നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് പോലെയല്ല ശശി തരൂർ എന്ന വ്യക്തിയുടെ ബി.ജെ.പി പ്രവേശനം. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം, അതുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മേലെ കാര്യഗൗരവമുള്ള നേതാവെന്ന് കോൺഗ്രസുകാർ കരുതുന്ന ഒരാളാണ് ശശി തരൂർ, വിശ്വപൗരൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിയിലേക്ക് പോയാൽ അത് ഒരു നേതാവ് പോകുന്നത് പോലെയല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. താൻ ബി.ജെ.പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് ശശി തരൂർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നിരുന്നു. അന്നെല്ലാം ഞാൻ ബി.ജെ.പിയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി ശശി തരൂർ മണിക്കൂറുകൾക്കകം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നിട്ട് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു. എങ്കിലും ഇതുവരെ ശശി തരൂർ ഇതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടിയിട്ടില്ല. അതാണ് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ഭയപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് 2017 ഒരു സംഭവം ഓർമ്മയിൽ വരുന്നത്. അത് 2017 അമിത്ഷാ കേരളത്തിലേക്ക് വന്ന സമയം. പുള്ളിക്കാരൻ്റെ വരവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രചരണം നടന്നിരുന്നു. അതായത് അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന LDF-ൽ നിന്നും അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ൽ നിന്നും നിരവധി നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുമെന്നായിരുന്നു പ്രചരണം.
അതിൽ UDFിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതായത് കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് BJPയിൽ ചേരുമെന്നും പ്രചരണമുണ്ടായിരുന്നു. BJP നേതാക്കൾ സൂചിപ്പിച്ച നേതാവ് മറ്റാരുമായിരുന്നില്ല, ശശി തരൂരായിരുന്നു. അന്ന് ശശി തരൂരിനെതിരെ BJP ശക്തമായി നിൽക്കുന്ന സമയം. പ്രചരണം ഉയർന്നതിന് പിന്നാലെ എല്ലാവരും വിശ്വസിച്ചു ശശി തരൂർ BJPയിൽ പോകുമെന്ന്. കേരളത്തിൽ വരുന്നത് മറ്റാരുമല്ല, BJP ദേശീയ പ്രസിഡന്റാണ്. അമിത്ഷാ കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലക്ഷ്യം കാണും. ഏതോ 1-2 വലിയ നേതാക്കൾ BJPയിലേക്ക് പോകാൻ പോകുന്നു. കേരളത്തിൽ BJP ഒരു വലിയ ശക്തിയായി മാറാൻ പോകുന്നു. ഊഹാപോഹങ്ങൾ അങ്ങനെ പോയി. ശേഷം അമിത്ഷാ കേരളത്തിലെത്തി. ഉടൻ തന്നെ BJPയിൽ നിന്നും ആ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് കരുതി ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. LDFിലെയും UDFിലെയും ഏതോ വലിയ നേതാക്കൾ, അതിലൊരാൾ ഉറപ്പായും ശശി തരൂർ, BJPയിലേക്ക് പോകാൻ പോകുന്നു. ശശി തരൂർ BJPയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരെ തയ്യാറാക്കി വച്ച മാധ്യമങ്ങൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. ഒടുവിൽ കാത്തിരുന്ന ആ നിമിഷമെത്തി. BJPയിൽ അംഗത്വം എടുക്കാനായി ആൾ അമിത്ഷായുടെ മുന്നിലെത്തി. എത്തിയ ആളിൻ്റെ പേര് ശശി. പക്ഷേ ശശിക്ക് ശേഷം നമുക്ക് ചിരപരിചിതമായ ആ വാലില്ലായിരുന്നു. പകരം മറ്റൊരു വാലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ശശിക്ക് ശേഷം തരൂർ എന്നായിരുന്നില്ല, വെഞ്ഞാറമൂട് എന്നായിരുന്നു. മനസ്സിലായില്ലേ? BJPയിൽ അംഗത്വം എടുക്കാനായി അമിത്ഷായ്ക്ക് മുന്നിൽ കേരളത്തിൻ്റെ BJP നേതാക്കൾ എത്തിച്ച ആളിൻ്റെ പേര് വെഞ്ഞാറമൂട് ശശി. പഴയ CPI പ്രവർത്തകൻ. ഇടക്കാലത്ത് RSPയിൽ അംഗത്വം എടുത്തു. അതിനുശേഷം ജനതാദളിൽ പോയി. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് BJPയിൽ അംഗത്വം എടുക്കാൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ശശി തരൂരിനെ പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ വെഞ്ഞാറമൂട് ശശി എത്തി. BJP ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ 2017 ജൂൺ 3 ചേർന്ന സൗഹൃദ സംഗമത്തിൽ ശശി പങ്കെടുത്തിരുന്നു. ചടങ്ങിൽ അമിത്ഷാ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തി അല്ലായിരുന്നു അദ്ദേഹം. അമിത്ഷായുടെ സൗഹൃദ സംഗമത്തിൽ വെഞ്ഞാറമൂടുകാരൻ ശശി പങ്കെടുത്തത് തന്നെ BJPയിൽ ചേരുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. സൗഹൃദ സംഗമം കഴിഞ്ഞ് BJPയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിലും പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം വെഞ്ഞാറമൂട്ടിലേക്ക് തിരിച്ചുപോയത്. ശശി തരൂർ അംഗത്വം സ്വീകരിക്കാൻ എത്തും എന്ന് കരുതി കാത്തിരുന്നവർ ഈ ശശിയുടെ കാര്യം ആലോചിച്ചില്ല. പുള്ളിക്കാരൻ വന്നിട്ട് പോയി. പിറ്റേന്ന് വീണ്ടും തിരിച്ചു വന്നു. അതായത് 2017 ജൂൺ 4 ഞായറാഴ്ച. അന്ന് അമിത്ഷാ വെഞ്ഞാറമൂടുകാരൻ ശശിക്ക് BJP അംഗത്വം നൽകി. എന്തായാലും BJP സംസ്ഥാന കമ്മിറ്റി വാക്കുപാലിച്ചു. ശശിയെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ശശിയെ കൊണ്ട് കൊടുത്തു. അമിത്ഷാ അംഗത്വവും കൊടുത്തു. കൊണ്ടുകൊടുക്കുന്നത് ഏത് ശശിയാണെന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞില്ല. അല്ല, BJPയെ സംബന്ധിച്ച് ആരാണ് എന്നുള്ളതിന് പ്രസക്തിയില്ല. ഒരു ശശിയെ കിട്ടണം, കിട്ടി, പിടിച്ചു നിർത്തി അംഗത്വവും കൊടുത്തു. പിന്നെ മറ്റൊരു കാര്യം ആലോചിച്ചാൽ ഈ കേരളത്തിലെ നേതാക്കളെയൊക്കെ അമിത്ഷായ്ക്ക് അറിയണമെന്നില്ല. പുള്ളിക്കാരൻ്റെ അടുത്ത് ശശി എത്തിയെന്ന് മാത്രമേ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായ കുമ്മനം രാജശേഖരൻ പറഞ്ഞുള്ളൂ. ഏതോ വലിയ നേതാവാണെന്ന് വിചാരിച്ച് അമിത്ഷാ അംഗത്വവും കൊടുത്തു. അങ്ങനെ ശശി തരൂരിന് അംഗത്വം നൽകാനെത്തിയ അമിത്ഷാ തരൂരുകാരനല്ലാത്ത ശശിക്ക് അംഗത്വം നൽകി തിരിച്ചുപോയി. ഈ കഥ ഇപ്പോൾ ആലോചിക്കുവാനുള്ള കാരണം ഇത്തവണയും അങ്ങനെ വല്ലതുമാണോ എന്ന സംശയം ഉയർന്നതുകൊണ്ടാണ്. എന്നാൽ അന്നത്തെ സാഹചര്യം പോലെയല്ല ഇന്നത്തേത്. ഈ വെഞ്ഞാറമൂട് ശശി BJPയിൽ അംഗത്വം എടുത്തതിന് ശേഷം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. രണ്ടിലും BJP തന്നെയാണ് വിജയിച്ചതും അധികാരത്തിലെത്തിയതും. മാത്രമല്ല ഇത്തവണ ഓപ്പറേഷൻ മുഴുവൻ BJP ദേശീയ നേതൃത്വമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ല. മാത്രമല്ല താൻ BJPയിലേക്ക് പോകും എന്ന പ്രചരണം ഉയർന്നതിന് ശേഷം ശശി തരൂർ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും പറഞ്ഞിട്ടുമില്ല. ഇക്കാര്യങ്ങളൊക്കെ വച്ച് നോക്കുകയാണെങ്കിൽ ചെറുതല്ലാത്ത സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.